ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഓഗസ്റ്റ് 17 ശനിയാഴ്ച പുറത്തുവിടും. വ്യക്തികളുടെ സ്വകാര്യതയെ ഹനിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയാകും റിപ്പോർട്ട് പുറത്തുവിടുക. വിവരാവകാശ നിയമപ്രകാരമാണ് നടപടി. സ്വകാര്യത ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി കഴിഞ്ഞ ചൊവ്വാഴ്ച കേരള ഹൈക്കോടതി തള്ളിയിരുന്നു. റിലീസ് സ്റ്റേ ചെയ്യുന്നതിന് മുൻപ് കോടതി സംസ്ഥാന സർക്കാരിനോടും വിവരാവകാശ കമ്മീഷനോടും പ്രതികരണം തേടിയിരുന്നു. റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ചലച്ചിത്ര നിർമ്മാതാവ് സജിമോൻ പാറയിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. റിപ്പോർട്ട് പുറത്തുവരുന്നതോടെ സിനിമാ മേഖലയിലെ വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കപ്പെടുമെന്ന് ഹർജിക്കാരൻ വാദിച്ചു. സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കുന്നവരെ അപകടത്തിലാക്കാൻ സാധ്യതയുണ്ടെന്ന് വാദിച്ചാണ് ഹർജിക്കാരൻ റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടയണമെന്നാവശ്യപ്പെട്ടത്. സിനിമാ രംഗത്തെ പ്രമുഖരുൾപ്പെടെയുള്ളവർക്കെതിരെ റിപ്പോർട്ടിൽ അധിക്ഷേപങ്ങളുണ്ടെന്നും മറുഭാഗം കേൾക്കാതെയുള്ള റിപ്പോർട്ട് പുറത്തുവിടരുതെന്നും നിർമ്മാതാവ് സജിമോൻ പാറയിൽ ഹർജിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ആവശ്യം തള്ളിയ ഹൈക്കോടതി ഹർജിയിലെ പൊതുതാൽപര്യം വ്യക്തമാക്കാൻ ഹർജിക്കാരന് കഴിഞ്ഞില്ലെന്നാണ് കണ്ടെത്തിയത്. ഹർജിക്കാരന് കോടതിയെ സമീപിക്കാൻ അധികാരമില്ലെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ എം അജയ് വാദിച്ചു. മൂന്നാം കക്ഷികളുടെ സ്വകാര്യ വിവരങ്ങളൊന്നും വെളിപ്പെടുത്തില്ലെന്നും സ്വകാര്യതയുടെ ലംഘനമൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഉറപ്പുവരുത്തിക്കൊണ്ട് റിപ്പോർട്ടിന്റെ ഗണ്യമായ ഭാഗങ്ങൾ തിരുത്തിയതായി പ്രസ്താവിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ടിന്റെ 82 പേജുകളും 115 ഖണ്ഡികകളും വിവിധ പേജുകളിലെ ചില വരികളും കഴിഞ്ഞ മാസത്തെ താൽക്കാലിക റിലീസിന് മുന്നോടിയായി എഡിറ്റ് ചെയ്തിട്ടുണ്ട്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം റിപ്പോർട്ടിലെ ഏതെല്ലാം ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന് അപേക്ഷകരെ അറിയിക്കാൻ സാംസ്കാരിക വകുപ്പിലെ വിവരാവകാശ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. റിപ്പോർട്ടിന്റെ പകർപ്പിനായി 5 വ്യക്തികളും 699 രൂപ വീതം ട്രഷറിയിൽ അടക്കേണ്ടി വന്നു. 2017 നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പശ്ചാത്തലത്തിൽ നടൻ ദിലീപ് ഉൾപ്പെട്ടതിനെ തുടർന്നാണ് മലയാള സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമവും ലിംഗ അസമത്വവും പഠിക്കാൻ സമിതി രൂപീകരിച്ചത്. ജസ്റ്റിസ് കെ ഹേമയെ കൂടാതെ നടി ശാരദ, മുൻ IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി എന്നിവരും സമിതിയിൽ അംഗങ്ങളായിരുന്നു. ഈ സമിതി റിപ്പോർട്ട് സമർപ്പിച്ച് 4.5 വർഷം കഴിഞ്ഞിട്ടും സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഒടുവിൽ റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവിടാൻ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉത്തരവിട്ടതോടെയാണ് ഹൈക്കോടതിയിൽ ഹർജിയെത്തിയത്. 2019 ഡിസംബർ 31 റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും നിർണായകമായ വിവരങ്ങൾ ഉണ്ടെന്ന് സംശയിക്കുന്നതിനാലാണ് കേരള സർക്കാർ ഇതുവരെ അത് പുറത്തുവിടാതിരുന്നത്. മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പഠിച്ച് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ജൂലൈ 24 സർക്കാർ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതും അവരെ തിരിച്ചറിയാൻ സാധ്യതയുള്ളതുമായ വകുപ്പുകൾ പ്രസിദ്ധീകരിക്കില്ല.